ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡി ആയിരിക്കുവാണ്. ഇത് ഓണത്തിന് മുൻപുള്ള ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് രാവിലെ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഇതാ ഏട്ടനും വാവയൊക്കെ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ലിഫ്റ്റ് കയറിയിരിക്കുവാണ്. ഇനി അമ്മയും കൂടി പറഞ്ഞു. ഇപ്പോൾ എവിടെ പോരുന്നാലും എൻ്റെ തോളിൽ ബേബിയുടെ ഡയപ്പർ ബാഗും ഉണ്ടായിരിക്കും കേട്ടോ. അവളെ തന്നെ ഒരുക്കി ഇറക്കുമ്പോൾ നമുക്കൊരു ടൈം ആവും. നമുക്ക് പണ്ടത്തെ പോലെ പഞ്ചലായിട്ട് എല്ലായിടത്തും പോകാനൊന്നും ഇപ്പോൾ പറ്റാറില്ല. അവളെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ ലേറ്റ് ആവാറാണ് പതിവ്. അങ്ങനെ ദാ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഫസ്റ്റ് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ അരുനിവാസി വന്നിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൽ രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു വൈബാണല്ലേ. അങ്ങനെ ദാ ഞങ്ങൾ ഇടയ്ക്ക് സ്ഥിരമായി കയറാറുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അരുനിവാസ്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. മസാല ദോശയും ശർക്കരയും നെയ് റോസ്റ്റുമാണ് പറഞ്ഞത്. അമ്മ ആദ്യമേ കഴിച്ചു കേട്ടോ. അമ്മ പൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേബി ഇടയിൽ കരഞ്ഞതുകൊണ്ട് അമ്മ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ അവൻ എടുത്തു. ഞാൻ അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ദാ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പാർക്കിങ്ങിൽ പോണം. ഇവിടെ പാർക്കിംഗ് ഭയങ്കര, ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, ഓണം ഷോപ്പിംഗ് ആണ് കേട്ടോ. കാരണം ഈ ആഴ്ചയാണ് ഇനി ഓണം വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങളിതാ ഒന്ന് വാങ്ങിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ലുലു മോളിലേക്ക് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. വീട്ടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കുള്ളൊരു അസുഖമാണ് ദാഹം. എന്തെങ്കിലും പുറത്തുനിന്ന് കുടിക്കണം. അങ്ങനെ ചാർജ് ആവാൻ വേണ്ടി ഞങ്ങളിതാ സീതാഫലിലേക്ക് നേരെ വന്നിരിക്കുവാണ്. അപ്പോ ഞാനും അമ്മയും മാംഗോ ഷേക്കും ശരതിന് ജ്യൂസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പൊ അച്ഛനും മോളും എന്തോ കാര്യം പറഞ്ഞ് വായി നോക്കി ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗോ ഷേക്കും ജ്യൂസും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് കുടിക്കുവാണ്. അങ്ങനെ ചാർജ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ലുലു ഫാഷനിലേക്ക് തന്നെ നമുക്ക് പോകാം കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. മോർണിംഗും ആണ്. പക്ഷേ വലിയ തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മിക്കവാറും ഈവനിംഗ് ഒക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും വലിയൊരു റഷ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഫസ്റ്റ് ബേബി സെക്ഷനിലാണ് വന്നത് കേട്ടോ. അപ്പൊ കുറേ അടിപൊളി നല്ല ഫാഷനബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മിനി ക്ലബിലൊക്കെ പ്രത്യേകിച്ച് ബേബിയുടെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുവാണ്. പിന്നെ നമ്മൾ അവിടെ എല്ലാം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഇവിടെ വന്നാണ് ഫുൾ സാധനങ്ങളൊക്കെ നോക്കാറ്. അങ്ങനെ ബേബിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളത് അവിടുന്ന് ഇറങ്ങിയിരിക്കുവാണ്. നെക്സ്റ്റ് മിൻസോയിലേക്കാണ് കയറുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കയറാറുള്ള ഒരു ഷോപ്പാണത്. പക്ഷെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് അവിടെ നേരെ ആർ.ആർ.ബിയിൽ വന്നു. പക്ഷെ അവിടെ ഇത്തവണ നല്ല കളക്ഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് അവിടെ നിന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ദാ ഈ ട്രെയിൻ കണ്ടത് കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കയറണം ഭാവിനെയും കൊണ്ടുവന്നു. പക്ഷെ അത് വേറെ എവിടെയാണ് അതിന്റെ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതുവരെ പോണമല്ലോ. നമ്മൾ അതിനിടയിൽ സമയം കളയണ്ടാന്നും പറഞ്ഞിട്ട് നേരെ ഞങ്ങള് വരാറുള്ള ഒരു വാച്ച് കടയുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് വാച്ച് ഒക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 1, 2 സ്റ്റാപ്പ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അതൊക്കെ ചെയ്തു. അവിടുന്ന് പുതിയ കുറെ കളക്ഷൻ നല്ല അടിപൊളി വാച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ അതൊക്കെ നോക്കിയിട്ട് ഒന്നും മേടിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. നെക്സ്റ്റ് ഷർട്ടിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടിന്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ വേറെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ വാവ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പാന്തലൂൺസിലേക്ക് വന്നു. അവിടെ വന്നു എനിക്കും സിസ്റ്ററിനും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി എടുത്തിട്ട് ഞങ്ങളിതാ പതിയെ ഒരു കൊച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വിചാരിച്ചു ലഞ്ച് എന്തായാലും വീട്ടിൽ പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് മന്തിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് മന്തി മനസ്സിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ബെയ്ത്തൽ മന്തി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ പേരൊക്കെ മാറി മന്തി മനസ്സിലായി. അവിടുത്തെ ഞങ്ങളെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി കേട്ടോ. ഇപ്പൊ സ്ഥിരമായിട്ട് മേടിക്കുന്നത് പെരി പെരി ചിക്കൻ മന്തിയാണ് കേട്ടോ. അത് അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. അൽഫാം മന്തിയാണ് കേട്ടോ. അപ്പൊ അത് കഴിച്ച് ഫുഡ് കോമയിലായിരിക്കുകയാണ് ഞാൻ. ഇനി കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് വൈകിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എണീറ്റിരിക്കുവാണ്. ഇപ്പഴുണ്ട് ഞങ്ങള് കുറേ ദിവസമായിട്ട് വന്നിരിപ്പുണ്ട്. ഭാവിക്ക് മേടിച്ച സ്ട്രോളർ കേട്ടോ. പൊട്ടിക്കാൻ ഒരു സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സൺഡേയ്സും വിചാരിക്കും ഓക്കെ ഇന്ന് പൊട്ടിക്കാം, ഇന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞ് ഏകദേശം 1 മാസമായി വന്നിരിക്കുന്ന ഒരു പാക്കേജാണ്. അപ്പൊ വിചാരിച്ചു എന്നാലും ഇന്ന് തന്നെ പൊട്ടിച്ചേക്കാന്ന് പറഞ്ഞ് അത് അൺബോക്സ് ചെയ്യുവാണ്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പറ്റില്ല ഗൈസ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ക്ലിപ്സും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന R4 റാബിറ്റിന്റെ സ്ട്രോളറാണ് കേട്ടോ. ഇത് ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഇത് കൊള്ളാമോ റിവ്യൂസ് ഒക്കെ നോക്കി വാങ്ങിയ ഒരു സാധനമാണ്. ഞങ്ങൾ ഓൺലൈനിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ തന്നെ ആപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇരുന്നത് സെറ്റ് ചെയ്തെടുക്കുവാണ്. അത് കുറച്ച് പണിയാണ്. കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ അതിന്റെ യൂസർ മാനുവലൊക്കെ നോക്കി
അങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉണ്ട് ലക്കിക്ക് ഭയങ്കര കൗതുകം. ഇതെന്താണ് സംഭവം? എന്നൊക്കെ പറഞ്ഞാ എണീറ്റ് നിന്നും കിടന്നും ഇരുന്നും ഒക്കെ നോക്കുവാണ് കേട്ടോ. എന്താണ് സംഭവമെന്ന്. അങ്ങനെ ഏകദേശം സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബേബീനെ ഇരുത്തി ഞങ്ങക്ക് ഭയങ്കര ഡൗട്ടാണ്. അവള് അതിൽ സ്ഥിരമായിട്ട് ഇരിക്കുവോ? അത് അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലേ? കരയോ? എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ അമ്മ അവളെ ഇരുത്തി നോക്കുവാണ്. പക്ഷെ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഇതെന്ത് സംഭവമാണ്? കിടന്നൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ നോക്കിയിരിക്കുവാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട്. എപ്പഴും ഇത് യൂസ്ഫുൾ ആയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുറത്ത് പോകുമ്പോ അവൾ എപ്പോഴും അതില് കിടന്നാ ഓക്കെയാണ്. ഇത് വെറുത്താണ് വാങ്ങിയ സാധനം. അല്ല ഇത് വാങ്ങിയിട്ട് ഒരു യൂസും ഇല്ലെങ്കിൽ പണി പാളും. പൈസ വെള്ളത്തിലാവും ഗൈസ്. അപ്പൊ ഇതെന്താണ് സംഭവം? എങ്ങനെയുണ്ട്? നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യൂസ്ഫുൾ ആണോ? എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാനത് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ഈ ഒരു സംഭവം തന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിവേഴ്സിബിൾ ഹാൻഡിലുണ്ട് കേട്ടോ. അത് നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോവാം. ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുപോകാം. ബേബിനെ കണ്ടോണ്ട് നമുക്കത് പുഷ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ റിവേഴ്സിബിൾ ആണ് ആ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ നോക്കി അതിൽ ഏതാണ് ഇപ്പൊ ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് ആണെന്ന് നോക്കി ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത്. അപ്പോ എനിക്കിത് നോക്കി അവള് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഷോപ്പിങ്ങിനായിരുന്നാലും കുറേ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. നോക്കാം അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഒരു കുട്ടി വ്ലോഗ്. അപ്പൊ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വ്ലോഗായിട്ട് കാണാം. ബൈ ഗൈസ്.